ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസ്ലുൻ വ അസ്ലു അഖ്സാമിൽ ഹദീസ് ഹദീസിൻ്റെ കിസ്മുകളുടെ അടിത്തറ നോക്കിയാൽ സലാസത്തുൽ മൂന്നെണ്ണമാണ്. സ്വഹീഹുൻ വ ഹസനുൻ വ ലഈഫുൻ. സ്വഹീഹ് എന്നാ വായിക്കേണ്ടത് കേട്ടോ. സഹീഹ് എന്ന് പറഞ്ഞാൽ ശരി എന്ന് അർത്ഥം വെക്കരുത്, അതിനൊക്കെ മായന വെച്ച് വായിച്ചു. ഫസ്വഹീഹു സ്വഹീഹ് അഅ്ലാ മർത്തബത്തൻ, ഗ്രേഡിയാൽ മേലെയാണ്, ഏറ്റവും ഉന്നതമായ പദവിയാണ്. ലൈഫു അതിന, ലൈഫ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഗ്രേഡിലുള്ളതാണ്. വൽ ഹസന് മുത്തവസിത്തുൻ, ഹസൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധ്യത്തിലുള്ളതുമാണ്. അപ്പോൾ സായിറുൽ അക്സാമില്ലത്തി ദുക്കിറത്ത് പറയപ്പെടുന്ന മറ്റ് കിസ്മുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ദാഖിലത്തും ഫി ആദി സലാസ, ഈ മൂന്നെണ്ണത്തിൽ എവിടെയെങ്കിലും കുടുങ്ങിയേക്കും. പല പേരിട്ടുകാണ്ട് പല ഹദീസുകളുണ്ട്. അതൊന്നുക സ്വഹീഹാണ് ഇക്കാരം, അല്ലെങ്കിൽ ഹസനാണ് ഇക്കാരം, അല്ലെങ്കിൽ ലൈഫാണ് ഇക്കാരം. അതന്നെ സ്വഹീഹിനെ ഇനി പൊട്ടിക്കാൻ പോകുന്നുണ്ട് വായിച്ച്. ഫസ്വഹീഹു, ഇനി കേട്ടോ. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസാണ്. യസുബുത്തു, അത് സ്ഥിരപ്പെടും. ബിനഖിലി എന്ന് വെച്ചാൽ ഇതവർ യങ്കുലു എന്നാണ്, തെറ്റാണ്. ബിനഖിലി എന്നാണ് വേണ്ടത്. ബിനഖിലി അദിലിൻ, അതില് റിപ്പോർട്ട് ചെയ്യലുകൊണ്ട്. എങ്ങനത്തെ അതില്? താമിൽ ലബുത്തി, ലബുത്ത് പൂർണ്ണമായ. ഇനി ലബുത്തിൻ്റെ മാന വേക്കിൽ വരുന്നുണ്ട്, ആ പറഞ്ഞ ലബുത്ത് തീരുള്ളൂ. ലബുത്ത് പൂർണ്ണമായ അതില് റിപ്പോർട്ട് ചെയ്ത ഹദീസിനാണെന്ന് പറയാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചും പറയണ്ടേ. വൈരി വൈറു എന്ന് വായിച്ചാണ് ഇവിടെ കേൾക്കുക. മാക്ക് സിഫത്തായിക്കൊണ്ട് വൈറു മുഅല്ലലും വല ഷാദീൻ, ഷാദും മുഅല്ലലും അല്ലാത്ത. മുഅല്ലലിനെ നമ്മൾ നാളെ പറഞ്ഞു, ഹുദാക്കും മഹാറത്തിനിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന അസ്ബാബ് ഇലലുള്ള ഹദീസിനാണെന്ത് പറയാ? മുഅല്ലൽ എന്ന് പറയാ. അതുമല്ല വല ഷാദ്, ഷാദുമല്ല. ഷാദിൻ്റെ ഒരുപാട് മാന നമ്മൾ വെച്ചുകണ് അല്ലേ? അതുമല്ല. അപ്പൊ ഷാദുമാകാൻ പാടില്ല, മുഅല്ലലുമാകാൻ പാടില്ല. ലബത്ത് താമായ ആളാവും വേണം ഇയാള്, അതുകൊണ്ട് തന്നെ ആദിലാവും വേണം. ഇങ്ങനത്തെ ഒരു റാവി റിപ്പോർട്ട് ചെയ്താൽ സ്ഥിരപ്പെട്ട് കിട്ടിയ ഹദീസിനാണെന്ന് പറയാ സ്വഹീഹ് എന്ന് പറയാ. പറയട്ടെ. ഫൈൻകാനത്ത് ഹാദിഹി സിഫാത്തു, ഈ പറഞ്ഞ 4 സിഫത്തില്ലേ? എന്ത്? നാക്കില് ആദിലാവണം, ലബത്ത് താമാവണം, മുഅല്ലലാകാതെക്കണം, ഷാദാകാതെക്കെന്ന് പറഞ്ഞാൽ ഈ സിഫത്തുകളെല്ലാം ആയാൽ അല്ല വജ്ഹിൽ കമാലി വത്തമാം, കമാൽ തമാമിൻ്റെ പൂർണ്ണതയുടെ വജഹിൻ്റെ മേലിലാണ് എങ്കിൽ ഫഹുവ സ്വഹീഹു ലിദാത്തിഹി. അതിൻ്റെ പേരെന്താണ്? സഹീഹു ലിദാത്തിഹി എന്നാണ് പേര്. വൈകാനത്ത് ബി നൗ ഖുസൂരിൻ, വല്ല കമ്മിയും കുറവും ഉണ്ട് എങ്കിൽ ഉചിതമായ യജ്ബുറു ദാലിക്കൽ ഖുസൂറ, ആ കമ്മി നികത്തുന്ന വല്ല പരിഹാരവും ഇപ്പറന്ന് എത്തിക്കുകയും ചെയ്താൽ അയന്തിലമീൻ കസറത്ത് തുർക്കി പലതരീക്കുള്ള ഹദീസ് കിട്ടലിനാൽ സംഗതി ഇവിടെ കുറച്ച് ചില്ലറ കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ ചില്ലറ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നികത്താൻ ഇപ്പുറത്ത് കസറത്ത് തുറക്കുന്നുണ്ട്. എന്നാൽ ഫഹുവ സഹീഹുലി ഗൈരിഹി, അതിൻ്റെ പേരെന്താണ്? സഹീഹുലി ഗൈരിഹി എന്നാ പേര്. കാരണം ഗൈറിന് വേണ്ടി സ്വഹീഹായതാണ്, ദാത്തിന് വേണ്ടി സ്വഹീഹായതല്ല. കാരണം എന്താ വെച്ചാൽ ഈ കസറത്ത് തുറക്ക് ഇപ്പുറത്ത് വേഗം കൂടി കൊടുത്തോണ്ടാവും ഇപ്പം എന്തായത് സ്വഹീഹായത്. അതുകൊണ്ട് സഹീഹുലി ഗൈരിഹി എന്നാ പേര്. ഇനി വൈകിട്ട് ബാക്കി വായിച്ച്. വൈല്ലം യൂജത്, അങ്ങനെ കസറത്ത് തുറക്കുമില്ല. എങ്ങനെ? നോ ഖുസൂർ ഉണ്ട്, പരിഹരിക്കാൻ ആളുമില്ല എങ്കിൽ ഫഹുവല്ലി ഹസനില്ലി ഹസനില്ലി ഗൈരിഹി, അതിനെന്താ പേര്? ഹസനായിട്ടുള്ളൂ, സ്വഹീഹായിട്ടില്ല. ലി ദാത്തിഹി, ഹസൻ ലി ദാത്തിഹി ആണ്. ഇത് ലാത്തിഹി ഹസനാണ്. പിന്നെ അപ്പം നേരത്തെ പറഞ്ഞാൽ എന്താണ് അറിയോ? നൗ ഖുസൂറുള്ളൂ, നൗ ഖുസൂറുള്ളൂ. ബാക്കി വായിച്ച്. വമാ ഒരു ഹദീസ് ഫുഖിദ ഫീഹി ശറായിത്തുൽ മുഅ്തബറത്തു ബി സ്വഹീഹി, സ്വഹീഹിൽ പരിഗണിക്കപ്പെടുന്നതായ ആ സംഗതി ആണ് ഇല്ലാതാക്കപ്പെട്ടാൽ, കുല്ലൻ പൂർണ്ണമായോ ഔ ബഅലൻ ഭാഗികമായോ ഇല്ലാതാക്കപ്പെട്ടാൽ, ലബത്ത് ചങ്ങയ്ക്ക് ഇല്ലെന്നെ ചോളി, അങ്ങനത്തെ ചങ്ങാതിയാണ്. ലബത്ത് 2 ഉണ്ട്, ലബത്ത് സദറും ലബത്തുൽ കിതാബും ഉണ്ട്. ഈ 2 ലബത്തും ഓനില്ല. എന്നാൽ ഉദാഹരണം പറയട്ടോ, എന്നാ ഫഹുവ ലഈഫു, ഹദീസ് എന്താ പറയും? ലഈഫ ഹദീസ് എന്ന് പറയും. വല്ലഈഫു, ലഈഫ ഹദീസ് ഇൻ തഅദ്ദദ തുർക്കുഹു, അതിന് തഅദ്ദദ തുർക്കുണ്ടായാലോ? നൗൽ ഖുസൂർ ഉണ്ടായാണ്ട് തഅദ്ദദ തുർക്കുണ്ടായി നമ്മളെന്ത് പറയുന്ന അറിയോ? ഹസല്ലി വൈരിയാവും എന്ന് പറഞ്ഞു. ഇനി കുല്ലൻ നിലക്കോ പാദം നിലക്കോ ഷറായത്തില്ലാതെ ഇങ്ങാണ്ട് കസറത്ത് തുർക്കുണ്ടായാലോ? ആവശ്യം വഞ്ചബർ ലഫുഹു, ഇങ്ങനെ ദൗർബല്യത്തിന് പരിഹാരം ചിന്തിക്കുകയും ചെയ്താൽ യുസമ്മ ഹസനല്ലി വൈരിഹി, അതിനെന്താ പേര്? ഹസല്ലി വൈരിഹി എന്നാ പേര്. ഒരു കാര്യം മനസ്സിലാക്കാണ്ടുണ്ട്. വല്ലാഹിറു കലാമിഹിം,
അപ്പോൾ ഹദീസുകളുടെ കലാമിന്റെ ലാഹിർ അന്നഹു യജൂസു അൻ യകൂന ജമീഉ സിഫാത്തിൽ മദ്കൂറത്തി ഫി സഹീഹി, സഹീഹിൽ പറയപ്പെട്ട 4 സിഫത്ത് പറഞ്ഞല്ലേ നമ്മൾ, ഏത് ലബ്ത്ത് താമാവണം, അദിലാവണം, അല്ലലാക്കണം, സാദലാക്കണം പറഞ്ഞേ. ഈ ജാതി പറയപ്പെട്ട സിഫത്തുകൾ ആകാം ഫി സഹീഹി, സഹീഹിൽ നാഖിസം, സഹീഹിൽ പറയപ്പെട്ട സിഫത്തുകൾ ആകാം നാഖിസം ഫിൽ ഹസനി, ഹസനിൽ കമ്മിയാകാം, അത് ജായിസ് ആണെന്നാണ് കലാമിന്റെ ലാഹിർ എങ്കിലും. ലാകിന്ന തഹ്ഖീഖ, പക്ഷെ തഹ്ഖീഖ് ഉള്ളത് അന്ന നുഖ്സാനല്ലദീ ഉഅ്തിബറ ഫിൽ ഹസനി, ഹസൻ പരിഗണിക്കപ്പെടുന്നതായ ആ കമ്മി ഇന്നമാ ഹുവ ബിഹിഫ്ളിൽ ലബ്ത്തി, ലബ്ത്തിന്റെ ഹിഫത്ത് മാത്രമേ പരിഗണിക്കുള്ളൂ, അല്ലാതെ അദാലത്ത് പോയാൽ പിന്നെ യാതൊരു പരിഹാരമില്ല. ബാക്കി സിഫാത്തി ബിആലിഹ, ബാക്കി സിഫത്ത് അങ്ങനെ തന്നെ ഉണ്ടാവണം. അല്ലാതെ ആകാതെക്കണം, ഷാദാകാതെക്കണം, അതിലാവണം പറഞ്ഞില്ലേ, അതിലൊന്നും കമ്മി വരാൻ പാടില്ല. അങ്ങേപ്പുറത്ത് കമ്മി ഉണ്ടായാണ്ട് കസത്തുർക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഏത് കമ്മി ആയിട്ടാണ് പറഞ്ഞത്? ലബത്തിലെ കമ്മി മാത്രമേ കൂട്ടുള്ളൂ, അല്ലാതെ ഏതുണ്ടാകാൻ പാടില്ല, അദാലത്തിൽ കമ്മി ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ പിന്നെ ഷാദും മൊലനും ആകാൻ പാടില്ല എന്നുണ്ടെങ്കിലും വിഷയം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇനി